ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വഴിയ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പ് കേട്ടോ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇത്രയൊന്നും വേണ്ട, നമുക്ക് പൊടിക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അരക്കപ്പ് കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഈന്തപ്പഴമാണ് കേട്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റ് മിക്സ് ആയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. എന്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് പറഞ്ഞൊരു കേക്കാണ് കേട്ടോ. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് അലുമിനിയം പാത്രത്തിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാൻ തന്നെ വെച്ചത് കേട്ടോ. നമുക്ക് ഇനി നോൺ സ്റ്റിക്ക് ആണെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ആയി കിട്ടാനായിട്ട്. അപ്പൊ ഇതിലാണെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ. അപ്പൊ നമ്മുടെ പഞ്ചസാര ഇവിടെ കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കുറച്ചുകൂടി ഡാർക്ക് ആയതിനു ശേഷം വേണം വെള്ളം ഒഴിക്കാൻ. അധികം കരിക്കരുത് കേട്ടോ, അപ്പൊ നമുക്ക് കയ്പ്പരസം വരും. അപ്പൊ ഇതുപോലെ ഈ ഒരു പത പൊന്തി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തന്നെ പതിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് മാറി നിന്നിട്ട് വേണ്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്, പെട്ടെന്ന് തെറിച്ചു പോകും. അപ്പൊ ഞാൻ ആദ്യം അരക്കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരക്കപ്പ് തന്നെ ആദ്യം ഒഴിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് തിളച്ച് വരണം, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡി ആയി വരും കേട്ടോ. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് പറഞ്ഞൊരു കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി അതിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഇനി അതിലേക്ക് ഒരു നുള്ള് ഗ്രാമ്പു വേണ്ട, നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗ്രാമ്പു ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിലെ ആ ഒരു കാരമൽ ചെയ്ത വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം, അധികം വറ്റണ്ട കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് കാരമൽ ചെയ്തതാണല്ലോ, അപ്പൊ അത് അതിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് വറ്റി പോവും. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 വട്ടയിലൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഇത് ഒഴിവാക്കാതെ തന്നെ ചെയ്യണം കേട്ടോ എല്ലാവരും. ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്കയാണ് എടുത്തിട്ടുള്ള, അതിന്റെ സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്കുരു ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഗ്രാമ്പൂവിന്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, അതിനും കുറവേ ഇട്ടിട്ടുള്ളൂ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക്, മിക്സിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാത്തതിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് വാനില എസൻസും പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയിലെ ജാറിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു തരി വെള്ളത്തിന്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും മുട്ട തണുത്ത മുട്ട ആവാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ച മുട്ട അപ്പം തന്നെ എടുക്കരുത്, അത് തണുപ്പൊക്കെ പോയതിനു ശേഷം എടുക്കാൻ പാടുള്ളൂ. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു പാന് തയ്യാറാക്കണം. ഞാനിവിടെ സ്ക്വയർ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ തണുത്ത് വന്നിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്നായി തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 3 തവണ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ 2 തവണ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന പൊടിയിലാണ് നമ്മൾ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ആ പൊടി കൊടുക്കാൻ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം കൂടി അടിയിലേക്ക് താഴ്ന്നു പോവും. അപ്പൊ അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്റെ അടുത്ത് കാഷ്യൂനട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കാഷ്യൂനട്ട് മാത്രം ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഗ്രാമ്പു ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ അതേ പാനിൽ തന്നെ കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമായല്ലോ നമുക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയൊരു ഒരു പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 പ്ലം കേക്കും 1 എഗ്ലെസ് കേക്കും ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അത് 3 ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. ഒരെണ്ണത്തിന്റെ ഇത് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പൊ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ.
ഇനി അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു പാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ കേക്കൊക്കെ തയ്യാറാക്കുന്നത്. ഓവനിലൊന്നല്ല, ഇതേ പാനിൽ തന്നെയാണ് ഞാൻ എല്ലാ കേക്കും തയ്യാറാക്കുന്നത്. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആവി പുറത്തേക്ക് പോകാണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും അതുപോലെ ഒന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു 40 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ആയിട്ടുള്ളത്. 40 മിനിറ്റ്, കറക്റ്റ് 40 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് കേക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ കവറിന് വേണ്ടിയിട്ട് കടകളിലൊക്കെ പോയപ്പോ കിട്ടിയില്ല കേട്ടോ. ക്രിസ്മസിന്റെ സീസണിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞത്. സാധാ ഒരു കവർ വെച്ചിട്ടൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടാ. ഇപ്പോ അതെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കാണിക്കാനായിട്ട് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ബട്ടർ പേപ്പർ ഒക്കെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ ഇനിയും വെക്കണം നമുക്ക്. അപ്പൊ നോക്കിയാ അടിപൊളി കേക്ക് തന്നെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഒരെണ്ണത്തിന്റെ ബട്ടർ പേപ്പർ മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ കേട്ടോ. മറ്റുള്ളതിന്റെ ഒന്നും അടിയിലത്തൊന്നും മാറ്റിയിട്ടില്ല. അതങ്ങനെ അടിയിലേക്ക് മടക്കി വെച്ചിട്ടാണ് പിന്നെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ 2 പ്ലം കേക്കും ഒരു എഗ്ലെസ് കേക്കാണ് കേട്ടോ. അതായത് ഇതാണ് എഗ്ലെസ് കേക്ക്. അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് മുട്ട ഒന്നും ഇല്ലാതെ പാലും ഓയിലും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഈ പ്ലം കേക്കിനേക്കാളും ഈസി ആയിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ കേക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു കുട്ടി കേക്കും കൂടി ഉണ്ട് കേട്ടോ. അത് മക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഒരു കേക്ക് തയ്യാറാക്കുമ്പോൾ അവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനൊരു കുട്ടി കേക്കും കൂടി തയ്യാറാക്കിയത് കേട്ടോ. പിന്നെ എഗ്ലെസ് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് മാവിലാണ് കേട്ടോ. ഈ കേക്കൊക്കെ നമുക്ക് കൊടിയുയർത്തുന്നതിന് മുമ്പ് തന്നെ കേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഠായിക്ക് പകരമാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുള്ളത്. മിഠായിയും ലഡു ഒന്നും വേണ്ട. അപ്പൊ ഈ പ്ലം കേക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കേക്ക് തന്നെ ഒരു സെലക്ട് ചെയ്തത്. അങ്ങനെ ഇപ്പൊ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പൊ എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. പിന്നെ പ്ലം കേക്കിന്റെ ബോക്സ് കിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ സീസണിൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ വീട്ടിലൊരു ഡ്രസ് ലെച്ചറിന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ ഒരു ഗ്ലസ് കേക്ക് ഇതിലും കൂടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ബോക്സ് ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തു. ഇപ്പൊ നമ്മുടെ 3 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഒന്ന് അവിടെ എത്തിച്ചാൽ മതി. അപ്പൊ ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ പ്ലം കേക്ക് ഒക്കെ തയ്യാറാക്കുക, എപ്പോ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്